എന്ത് ചെയ്താലും അത് പെട്ടെന്ന് അല്ലാഹു ദുനിയാവിൽ തന്നെ തരുന്നതാണ്. മൻകാന യുരീദുൽ ആജില ഫഅജ്ജൽനാ. ദുനിയാവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും അത് പെട്ടെന്ന് അല്ലാഹു ദുനിയാവിൽ തന്നെ തരുന്നതാണ്. ദുനിയാവിൽ എനിക്ക് സ്ഥാനം വേണമെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ ആ സ്ഥാനം ദുനിയാവിൽ തരും. ദുനിയാവിൽ ഞാൻ വലിയ സ്വതക്ക ചെയ്യുന്ന ആളാണെന്ന് അറിയപ്പെടണം, അതിനുവേണ്ടിയാ ഞാൻ അവിടെ 10 ലക്ഷം കൊടുത്തത്, അറിയപ്പെടും. ദുനിയാവിൽ ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് അറിയപ്പെടണമല്ല, അതിനാണ് ഞാൻ തറാവീഹിലെ 1-ാമത്തെ സഫിൽ തന്നെ ആദ്യം ഇമാമിന്റെ തൊട്ടുപുറകെ നിൽക്കുന്നത്. കരുനാഗപ്പള്ളിക്കാരും കൊല്ലം ജില്ലക്കാരും മുഴുവനും പറ അയാൾ സൂപ്പർ തറാവിയാണ്, അയാൾ അടിപൊളിയാണ്, പള്ളിയിൽ ഇറങ്ങൂല, റമദാനായാൽ ദുനിയാവ് മൊത്തം അയാളെ കുറിച്ച് പറയും. ദുനിയാവിന് വേണ്ടിയാണ് ഞാൻ തലമറക്കുന്നതെങ്കിൽ അവൾ മുഅ്മിനത്തായ പെണ്ണാണെന്ന് ലോകം മുഴുവനും അവളെ കുറിച്ച് പറയും. ദുനിയാവിന് വേണ്ടി നീ എന്ത് ചെയ്താലും അല്ലാഹു പറയുന്നു അജ്ജൽനാ, അത് നാം അവർക്ക് ധൃതിയാക്കി കൊടുക്കും, വേഗം കൊടുക്കും. ഒരു വലിയ പ്രഭാഷകനാണെന്ന് അറിയപ്പെടണം, ദുനിയാവിൽ അറിയപ്പെടും, പെട്ടെന്ന് തന്നെ കൊടുക്കും. നിനക്കതല്ലേ ആഗ്രഹം? വരട്ടെ, കാണുന്ന സ്ഥലത്തെല്ലാം ഫ്ലെക്സ് വരട്ടെ, പോകുന്ന സ്ഥലത്തെല്ലാം ആളുകൾ അറിയപ്പെടട്ടെ. ദുനിയാവിൽ നിന്റെ കൊതി അതാണെങ്കിൽ ഞാൻ മാറി നിൽക്കുന്നില്ല. ഫഅജ്ജൽനാ, അല്ലാഹു കൊടുക്കും. ദുനിയാവിൽ നല്ല ഖിറാഅത്തുള്ള ഉസ്താദാണെന്ന് അറിയപ്പെടണം. ഞാൻ ഖുർആൻ ഓതിയ പള്ളിക്കകം മുഴുവനും കിടുകിടാ വിറയ്ക്കുമെന്ന് തോന്നണം, അതാണ് എന്റെ ആഗ്രഹം അല്ലാഹ് എന്നൊരു ഇമാം അല്ലാഹുവിനോട് പറഞ്ഞാൽ അല്ലാഹ് പെട്ടെന്ന് തന്നെ ആ രീതിയിലാക്കി കൊടുക്കും. ആയിക്കോട്ടെ, ആഖിറത്തിന് വേണ്ടി ചോദിക്കുമ്പോഴാണ് സമയം താമസിക്കുന്ന കിട്ടാൻ. ദുനിയാവ് പെട്ടെന്ന് കിട്ടും. നിങ്ങൾ ഈ പിടിച്ച നോമ്പിന്റെ കൂലി നിങ്ങൾക്ക് ദുനിയാവിൽ വേണമെന്ന് അള്ളാഹിനോട് പറഞ്ഞു നോക്കി, പെട്ടെന്ന് കിട്ടും. ദുനിയാവിൽ നിങ്ങൾ അള്ളാഹ് ഞാൻ ഇന്ന് ഈ 30 ദിവസം റമദാനിൽ പിടിച്ച നോമ്പിന്റെ കൂലി എന്റെ ഭർത്താവിന്റെ നല്ലൊരു ജോലിക്ക് വേണ്ടി നീ അങ്ങോട്ട് കബൂലാക്കണം അള്ളാന്ന് പറഞ്ഞാൽ ഭർത്താവിന് പെട്ടെന്ന് നല്ല ജോലി കിട്ടും, വണ്ടിയായി, വീടായി, മദ്രസായി, നല്ല സൗകര്യങ്ങളൊക്കെ അള്ളാഹ് നാം വെറുതെയാക്കി കൊടുക്കും. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്, നമുക്ക് കൊണ്ടുപോയി നശിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാ കൊണ്ടുപോയി തിന്നെന്ന് പറയൂലേ, അങ്ങനെ അള്ളാഹു തരും. ആഖിറത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്ന അന്ധനായ മനുഷ്യൻ ആരംഭ റസൂലിന്റെ സരസിന്റെ ഫ്രണ്ടിൽ വന്ന് വിളിച്ചപ്പോ മുത്ത് ഹബീബ് തന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു വലിയ സംഘമാണല്ലോ. അല്ലാഹ്, അറേബ്യയിലെ മുതലാളിമാരാണല്ലോ. അല്ലാഹ്, ഇവരെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അന്ധനായ പാവപ്പെട്ട പട്ടിണിക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിലേക്ക് ഞാനൊന്ന് തലതിരിച്ചു പോയാൽ ഈ മുതലാളിമാര് എഴുന്നേറ്റ് പോകുമോ അല്ലാഹ് എന്ന് പേടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഒന്നിനും കഴിവില്ലാത്ത പാവപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിന്റെ മുഖത്തേക്ക് നോക്കാതെ മുഖം തിരിച്ചു കളഞ്ഞപ്പോ കാരുണ്യവാനായ അല്ലാഹു ഇടപെട്ടത് കണ്ടില്ലേ? എന്നിട്ട് അള്ളാഹു എന്താ പറഞ്ഞത്? അള്ളാന്റെ റസൂലേ, അവന്മാരെ കൊണ്ടൊരു പുല്ലും ഈ ദുനിയാവിൽ നടത്താൻ അങ്ങ് പരിശ്രമിക്കണ്ട, അവന്മാരെ അഹങ്കാരികളാണ്. അങ്ങ് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിനെ പോലെയുള്ള പാവങ്ങൾ ഉണ്ടല്ലോ, അവരെ പരിഗണിക്ക് നബിയെ, അവരെ സലാം അടക്ക് റസൂലേ, അവർക്ക് മുസാഫഹത്ത് ചെയ്യ് നബിയെ, അവരെ ചോദ്യത്തിന് മറുപടി കൊടുക്ക ഹബീബേ. അതാണ് അങ്ങ് ചെയ്യേണ്ടത്. അല്ലാതെ അങ്ങ് ഈ മുതലാളിമാരെടുത്തിരുന്നിട്ട് ഇപ്പൊ ദീനങ്ങോട്ട് ഉണ്ടാക്കാം എന്ന് അങ്ങ് കരുതണ്ട റസൂലേ എന്നാണ് പച്ച മലയാളത്തിൽ അബസവത്തവല്ല എന്ന് പറഞ്ഞാൽ ആ സൂറത്തിന്റെ അർത്ഥം അതാണ്. അബസവത്തവല്ല അൻജാഅഹുൽ അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റാ. ഞാൻ ഈ പറഞ്ഞ മലയാളമാണ് ചുരുക്കത്തിൽ ഇതിന്റെ അർത്ഥം. അള്ളാന്റെ റസൂലെ, വെറുതെ അവന്മാരെടുത്തിരുന്ന സമയം നഷ്ടപ്പെടുത്തണ്ട. അള്ളാഹ് പറഞ്ഞതാണ്, ഈ പാവപ്പെട്ടവന്റെ കൂടെ പൊയ്ക്കോ, അവന്മാര് വേണമെങ്കിൽ ആയിക്കോളും, അവിടെ ഇരുന്ന് സമയം നഷ്ടപ്പെടുത്തണ്ട. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, പാവപ്പെട്ടവന്റെ കൂടെ ആരാ ഉള്ളത്? പള്ളിയിലെ ഖത്തീബുണ്ടോ? ഖത്തീബ് മൊത്തം പണക്കാരുടെ കൂടെയാണ്. അവരെ കല്യാണത്തിന് പോകുന്നു, അവരെ കട ഉദ്ഘാടനത്തിന് പോകുന്നു, അവര് വണ്ടി കൊണ്ട് കൊടുക്കുന്നു, അവര് AC കൊടുക്കുന്നു, അവരങ്ങനെ കൊടുക്കുന്നു. പാവപ്പെട്ടവൻ വന്ന് സലാം പറഞ്ഞാൽ പോലും മടക്കം ഖത്തീബ് ഉണ്ടാവൂല. കാരണം അവർക്ക് ഇഷ്ടം ഇതാണ്. എല്ലാ ഉസ്താദുമാരെയല്ല ഞാൻ പറയുന്നത്, അവർക്ക് ഇഷ്ടം ഇതാണ്. ഇവരുടെ കൂടെ നടക്കുമ്പോൾ നല്ല സുഖമാണ്, കുറച്ച് പൈസ കിട്ടും, അവര് വലിയ മൊബൈൽ, ഇവർക്ക് വലിയ മൊബൈൽ, അവർക്ക് വലിയ വണ്ടി, അവർക്ക് വലിയ വണ്ടി, നല്ല രസമാണ്. ഞാൻ ഉൾപ്പെടെ മനുഷ്യർ ആഗ്രഹിക്കുന്നത് അവരോടൊപ്പം ഇരിക്കലാണ്.
അവരോടൊപ്പം ഇരിക്കലാണ്. നമ്മുടെ സഹോദരിമാരൊക്കെ കല്യാണത്തിന് വിളിച്ചു നോക്കട്ടെ. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും പട്ടിണി പാവമായ ഒരുപാട് ആളുകൾ പണം പിരിച്ചു നടത്തുന്ന ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണം നിങ്ങൾ വരണമെന്ന് പറഞ്ഞാൽ അന്ന് താത്താക്ക് ഇല്ലാത്ത വയറുവേദന കാലുവേദനയൊക്കെ ഉണ്ടാവും. നീ പോയിട്ട് വാ മക്കളെ, എനിക്ക് സുഖമില്ല, ഞാനിന്ന് വരുന്നില്ല. എന്നാൽ ഇവിടുത്തെ ഒരു കോടിപതിയുടെ മോളെ കല്യാണമാണെങ്കിലോ തലേ ദിവസമേ അലമാര തുറന്നിട്ട് ഏതിടണം, റെഡ് വേണോ ബ്ലാക്ക് വേണോ സെലക്ട് ചെയ്യും. അതിനുവേണ്ടി മണിക്കൂറുകൾ സമയമെടുക്കും. എന്നിട്ട് ഒരുങ്ങി വന്നിട്ട് ഇക്കാനോട് ചോദിക്കും, ഇത് മാച്ച് ഉണ്ടോ? ഇങ്ങനെ എന്തിനാണെന്നറിയോ? ഇവിടെ പവർ കാണിക്കാൻ പോവാനാ. മനസ്സിലായില്ലേ സഹോദരി? ഞാൻ തമാശ പറഞ്ഞതല്ല, മനസ്സിലായില്ലേ? പവർ കാണിക്കാൻ പോവാനാ. അതാണ് ആളുകൾക്ക് ഇഷ്ടം. അത് മനുഷ്യ സഹജമാണ്. അതിനാണ് എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ ഒരു പാവപ്പെട്ടവൻ ഒരു ചെറിയ ചായക്കട തുടങ്ങിയാൽ ആര് പോവും? കച്ചവടം ഉണ്ടാന്ന് പോലും ചിലപ്പോ കരുനാഗപ്പള്ളിക്കാർ ചോദിക്കൂല. എന്നാ വലിയൊരു സ്വർണ്ണക്കടയാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ക്ഷണിക്കണമെന്നൊന്നുമില്ല. അത് മനുഷ്യ സഹജമായി പോയി. നമ്മുടെ രീതിയിൽ അത് നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു. അതാണ് പറഞ്ഞത്, ഈ ഒരു രോഗം പെട്ടെന്ന് 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 നമ്മുടെ ഉള്ളിലേക്ക് പടർന്നു കയറും. അതുകൊണ്ടാണ് പണ്ടൊരു സൂഫിയായ മനുഷ്യൻ പറഞ്ഞത്, പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. സൂഫിയാക്കളുടെ പാട്ടാണ്. സൂഫിയാക്കൾക്കാണ് മനസ്സിലാവുക. എന്നാലും ഇടയിൽ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ, അവർക്ക് തിരിയും. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു, ഞാൻ മനുഷ്യനെ തേടി നടന്നു. പട്ടാപ്പകൽ ചൂട്ടും കൊണ്ട് മനുഷ്യനെ തേടി നടന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മനുഷ്യനെ കണ്ടെത്താൻ പറ്റുന്നില്ല. പകല് പോലും ചൂട്ട് കത്തിച്ച് നടന്നിട്ട് ഒരു മനുഷ്യനെ കണ്ടെത്താൻ പറ്റുന്നില്ല. എല്ലാരും മൃഗങ്ങളാണ്. എല്ലാവർക്കും ദുനിയാവ് മതി, എല്ലാവർക്കും പണം മതി, എല്ലാവർക്കും ആഡംബരം മതി, എല്ലാവർക്കും ആഘോഷം മതി. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പ്രമാണിയായ നാട്ടിലെ ഒരാൾ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് അറിവ് പഠിക്കാൻ വേണ്ടി, ഈമാൻ കൂട്ടാൻ വേണ്ടി വരികയാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വലിയ സൂഫിയായ മനുഷ്യനാണ്. ഒരുപാട് കറാമത്ത് കാഴ്ചവെച്ചിട്ടുള്ള അത്ഭുത മനുഷ്യനാണ്. അതുകൊണ്ട് ആരൊക്കെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്ന് ഇൽമു പഠിക്കുന്നുവോ, ആരെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവോ, അവർക്ക് അല്ലാഹു ഈമാൻ കൊടുക്കുന്ന പതിവുണ്ട്. നാട്ടിലെ പ്രമാണിയായ സമ്പന്നനായ അഹങ്കാരിയായ ഒരു മനുഷ്യനുണ്ട്. അയാൾ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിട്ട് കുറച്ചു കാലം നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നു. കുറെ ദിവസം ഇങ്ങനെ സമയം ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ നമസ്കരിച്ചു, അദ്ദേഹത്തിന്റെ നസീഹത്തുകൾ കേട്ടു, അദ്ദേഹം പറയുന്ന വിജ്ഞാനങ്ങൾ മുഴുവനും പഠിച്ചു. ഒരു ദിവസം ആ പ്രമാണിയായ മനുഷ്യൻ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, പ്രിയപ്പെട്ട തങ്ങളെ, ഇവിടെ വന്നു നിന്ന മനുഷ്യർക്കൊക്കെ ഒരുപാട് മാറ്റമുണ്ടായി എന്ന് പറയുന്ന കേട്ടല്ലോ. എനിക്കൊരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത്? ഇവിടെ വന്നതുകൊണ്ട് എനിക്കൊരു ഇൽമും കിട്ടിയിട്ടില്ല, എനിക്കെന്റെ ഈമാൻ കൂടിയിട്ടില്ല. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല, അത് നമ്മൾ ചില ആൾക്കാർക്ക് ഉണ്ടാവും. നമ്മുടെ പള്ളിയിൽ ഖത്തീബ് ജുമാഅക്ക് പ്രസംഗിക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഖത്തീബിനെക്കാളും വിവരമുള്ള ആളാണ് ഞാൻ, അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മുമ്പ് കേട്ടതാ, വലിയ പ്രസംഗമൊന്നുമല്ല എന്ന് നമ്മൾ ചില ആൾക്കാർ ജുമാ കഴിയുമ്പോൾ പറയും. അതിന്റെ പേരാണ് നമ്പർ 1 അഹങ്കാരം എന്ന്. എല്ലാ മൊയിലാർക്കും പറഞ്ഞത് തന്നെയാണ് ഇനിയും വരാനുള്ള മൊയിലാർക്കും പറയാനുള്ളത്. പുതിയതൊന്നും മൊയിലാർക്ക് ഖുർആനിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ കേട്ടതാണ്, ഇതൊക്കെ നമുക്ക് പണ്ടേ അറിയാം. ഈ ദിക്റല്ലേ മൊയിലാര് പറയാൻ പോണത്, ആ ദുആ അല്ലേ പറയാൻ പോണത്, ഇതൊക്കെ നമുക്കറിയാം. നിങ്ങൾ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെങ്കിൽ വേറെ ഖുർആൻ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ അഹങ്കാരത്തോടു കൂടി സ്വീകരിക്കൂല എന്ന് പറയൂല. ആ ഒരു സ്വഭാവമാണ് ഈ പ്രമാണിക്കുണ്ടായത്. അയാൾ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ വന്നിട്ട് എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അത് സാധാരണ പറയണ തന്നെയാണ്, ഞാനത് കേട്ടു. നിങ്ങളെ പുറകിൽ നിസ്കരിച്ചു, എന്റെ ഈമാനൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ നിങ്ങൾ മടങ്ങി പോവുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാം. ഒരു കൊട്ട എടുക്കുകയാണ്, ആ കൊട്ട നിറച്ച് മാമ്പഴം കൊടുക്കുകയാണ്.
എന്നിട്ട് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറയുന്നു, ജനത്തിരക്കുള്ള കമ്പോളത്തിന്റെ ഭാഗത്ത് ആ ഒരു കുട്ട നിറച്ച് മാമ്പഴവും കൊണ്ട് താങ്കൾ പോയിരിക്കണം. ഇത് ഗുരുനാഥനായ എന്റെ നിങ്ങൾ മടങ്ങുന്നതിന് മുമ്പുള്ള അവസാനത്തെ അഭ്യർത്ഥനയാണ്. ആ മാമ്പഴവും കൊണ്ട് റോഡരികിൽ പോയിരിക്കണം. നിങ്ങളുടെ ആ കൊട്ടയിൽ നിന്ന് ആരെങ്കിലും ഒരു മാമ്പഴം എടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ? മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്, ചെരുപ്പ് കൊണ്ട് നിങ്ങളുടെ മുഖത്ത് ഒരടി അടിക്കണമെന്ന്. ചെരുപ്പ് കൊണ്ട് നിങ്ങളുടെ മുഖത്ത് ഒരു അടി അടിക്കണമെന്ന് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറയുകയാണ്. ചെരുപ്പ് കൊണ്ട് ഒരു അടി അടിക്കുന്നവർക്ക് ഒരു മാമ്പഴം, രണ്ടടി അടി തരുന്നവർക്ക് 2 മാമ്പഴം, 3 അടി തരുന്നവർക്ക് 3 മാമ്പഴം. ഒരുപാട് തിരക്കുള്ള സ്ഥലത്ത് ഒരു കൊട്ടയ്ക്കകത്ത് മാമ്പഴമായിട്ട് പോയിരിക്കണം. ആളുകൾ വന്ന് മാമ്പഴത്തിന് എത്ര റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം പൈസ ഒന്നും വേണ്ട, നിങ്ങളുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് കൊണ്ട് എന്റെ കവിളിൽ ഒരു അടി അടിക്കുക, അവർക്ക് 1 മാമ്പഴം തരും. 2 അടി അടിക്കുന്നവർക്ക് 2 മാമ്പഴം തരും. 3 അടി അടിക്കുന്നവർക്ക് 3 പഴം തരും. കുട്ടയുടെ മാമ്പഴമൊക്കെ തീർന്ന് കവിളൊക്കെ പൊട്ടി അളിയും തിരിച്ച് മടങ്ങി വരികയാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അടുത്തേക്ക്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നപ്പോ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്, ഇനി ഒരു ദിവസം മാത്രം നീ എന്റെ അടുത്ത് നിന്നാ മതി. അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായിട്ട് നിന്നെ മാറ്റിത്തരാൻ എനിക്ക് കഴിയും. പ്രമാണി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, താങ്കൾ എന്തായി പറയുന്നത്? ഓരോ അടിയിലും ആ റോഡരികത്ത് വീണുപോയത് താങ്കളുടെ ഉള്ളിൽ താങ്കൾ ആരോ ആണെന്ന തോന്നലുണ്ടായിരുന്ന അഹങ്കാരമാണെന്ന് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുകയാണ്. നിന്റെ അഹങ്കാരം ഞാനിപ്പോ തീർത്തരാടി എന്ന് പറയൂലേ, നിന്റെ അഹങ്കാരം ഞാനിപ്പോ തീർത്തരാടി എന്ന് പറയൂലേ. എന്താ അതിന്റെ അർത്ഥം? 2 എണ്ണം കിട്ടുമ്പോ അഹങ്കാരം മാറുന്നതിന്റെ അർത്ഥം. ആൾക്കാരെ മുമ്പ് വെച്ചിട്ട് 2 എണ്ണം കിട്ടിയാൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള എന്താണെന്നറിയോ? ആൾക്കാരെ മുമ്പ് വെച്ചിട്ട് ഭർത്താവ് കളിയാക്കല. കാരണം അവര് വലിയ ചാൻസറാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. കുടുംബക്കാരെ മുമ്പ് വെച്ച് നീ മറ്റുള്ളടി നിന്റെ വാപ്പം 4 പ്രാവശ്യം അതിലാടിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോ തിരിച്ച് റൂമിൽ ഒന്ന് മണവറ വന്നിരുന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചില്ല. കാരണം എന്താ? ഭയങ്കര അഹങ്കാരമായിട്ട് നടന്നതാ. കുടുംബശ്രീ മീറ്റിങ്ങിന് പോയി എല്ലാം കുളമായി. ഇഫ്താറിന് വേണ്ടി വണ്ടി വിളിച്ച് പോയതാ. ഇഫ്താർ ഈത്തപ്പഴവും ഇങ്ങനെ കുരു ഉൾപ്പെടെ അകത്തിറങ്ങി പോയിട്ട് താത്താക്ക് സങ്കടം മാറിയില്ല. തിരിച്ചു വന്നിട്ട് കരച്ചിൽ. കാരണം എന്താ? എന്റെ കുടുംബം അങ്ങനാന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ആനാ ചേനാന്നൊക്കെ പറഞ്ഞിരുന്നു, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വാളീസായി, അഹങ്കാരം തീർന്നു. അന്നത്തെ താത്താടെ തറാവി സൂപ്പറായിരിക്കും. അന്ന് തറാവി നിൽക്കുമ്പോ തന്നെ കരയും, അല്ലാഹ് എന്തൊരു പാവമാണ് റബ്ബേ ഞാൻ. കഴിഞ്ഞ ദിവസത്തെ തറാവി അങ്ങനെ ആയിരുന്നില്ല. കാരണം വാപ്പ വലിയ മുതലാളി, അല്ലാഹു അക്ബർ. ആ തറാവി ആർക്ക് വേണം? അഹങ്കാരം തീരുന്ന തറാവി അല്ലാഹുക്ക് ഇഷ്ടമാണ്. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മുടെ ഉള്ളിലൊക്കെ നമുക്കൊരു തോന്നലുണ്ട് നമ്മൾ എന്തോ ആണെന്ന്. ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഒന്നുമല്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്താണ്? ഒരു അസുഖം വന്നാൽ, വൈസ് പ്രസിഡന്റിന്റെ ഭാര്യക്ക് അല്ലാഹു ശിഫ കൊടുക്കട്ടെ, ഒരു അസുഖം വന്നാൽ തീർന്നില്ലേ? ഒരാൾക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ ആദ്യം അവസാനിക്കുന്നത് അയാളുടെ അഹങ്കാരമാണ്. അയാൾ ഒറ്റയ്ക്ക് പോയിരുന്ന് കരയും, തേങ്ങിക്കരയും, അല്ലാഹു എന്റെ ജീവിതം തീരാൻ പോകണല്ലോ, ഇതുവരെ സമ്പാദിച്ചതൊക്കെ ഇനി ഇതിന്റെ മരുന്നിനും കാര്യത്തിനൊക്കെ ചെലവഴിക്കണമല്ലോ, കുറച്ച് കഴിയുമ്പോ മക്കൾ പോലും വെറുക്കലോ റബ്ബേ, അല്ലാഹുവേ കുറച്ചോനെ ഞാൻ അവസാനിക്കണല്ലോ അല്ലാഹ്. പിന്നെ ഒരു തോന്നല് അവനുണ്ടാവൂല. പിന്നെ മറ്റുള്ളവരെ പരിഹസിക്കാൻ തോന്നൂല, പിന്നെ മറ്റുള്ളവരെ കളിയാക്കാൻ തോന്നൂല. പിന്നെ നിസ്കാരം കഴിഞ്ഞ് സ്റ്റെപ്പിന്റെ മണ്ടയിൽ കാലും വെച്ച് നിസ്കരിക്കാൻ വരുന്നവരെ മുഴുവനും മീറ്റർ കൊണ്ട് അളക്കാൻ യവന് തോന്നൂല. എന്തുകൊണ്ട്? ഇയാളുടെ അഹങ്കാരം വീണുടഞ്ഞു പോയത് കൊണ്ട്. നമുക്കങ്ങനല്ല. നമുക്ക് ചങ്കൂറ്റമുണ്ട്, പവറുണ്ട്, പണമുണ്ട്. അതുകൊണ്ട് പള്ളി വരുന്നവർ മൊത്തം എന്റെ അടിമകളെ പോലെയാണ് നമ്മൾ കാണുക. അവനെ കളിയാക്കും, അവിടെ ഇരിക്കാൻ പാടില്ല, അങ്ങോട്ട് മാറിപ്പോടാ, ഇങ്ങോട്ട് മാറിപ്പോടാ, നീയൊക്കെ റമളാന് മാത്രം വരുന്നവനല്ല, അങ്ങനെ തോന്നലുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഇത് മാറ്റണം സഹോദരങ്ങളെ. ഇത് മാറ്റാതെ നമുക്ക് ഒറ്റയ്ക്ക് ഖബറിന്റെ അകത്ത് കിടക്കാൻ പറ്റൂല, ഒരിക്കലും കിടക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിന്റെ ഒരു രോഗം തന്നിട്ടുണ്ടെങ്കിൽ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, സുബ്ഹാനല്ലാഹ് ഉസ്താദേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരിക്കലും ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ഇൽമും ഈമാനും പഠിക്കാത്തത്. ഈ അഹങ്കാരം എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞു പൊട്ടിക്കരന്നിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ശിഷ്യനായി മാറിപ്പോയി. അബൂജഹലിന് പറ്റിയതെന്താ നിങ്ങൾ ആലോചിച്ചു. നമ്മളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നോക്ക് കാണാൻ വേണ്ടി കൊതിക്കുന്നവരല്ലേ? അല്ലാഹുവേ ഒന്ന് കാണാൻ, പടച്ചവനെ ഒന്ന് കാണാൻ, ആ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ, സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ ഒന്ന് മുത്താൻ. 1000 പൂക്കളിൽ കണ്ടില്ല ഞാൻ എൻ്റെ
ആറ്റലാം നൂറിൻ്റെ ആ സുഗന്ധം ആരിരോ പാടുന്ന ഉമ്മയിൽ ഇല്ലല്ലോ. ആ തിരു ഹബീബിൻ്റെ സ്നേഹനാദം മതിയാകാത്ത വാക്യമേ, കൊതിതീരാ പ്രകാശമേ, അതിദൂരം ഇരുന്നു ഞാൻ പാടുന്നു നബിയേ. അല്ലാഹുവേ, ഈ റമദാനിന്റെ ഈ മജ്‌ലിസിന്റെ ബറക്കത്തോടെ ഹബീബിനെ ഒരു സെക്കൻഡ് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു എത്ര പാടിയാലും എത്ര എഴുതിയാലും തീരാത്ത ആ പ്രകാശ ഗോപുരത്തിന്റെ മുമ്പിൽ തടിവടി പോലെ നിൽക്കാൻ കഴിഞ്ഞു അബൂജഹലിന്. എന്നിട്ട് ആ പ്രകാശം നെഞ്ചിൽ കയറിയോ? ആ ഈമാൻ നെഞ്ചിൽ കിട്ടിയോ? കിട്ടിയില്ല. എന്തുകൊണ്ട്? അഹങ്കാരമുള്ളത് കൊണ്ടാണ്. വേറെ ഒരു പ്രശ്നവും അബൂജഹലിനില്ല. വേറെ എന്ത് പ്രശ്നമുള്ളത്? നിങ്ങൾ ആലോചിക്ക്, നിങ്ങൾ ആ ചരിത്രം പഠിക്ക്. എന്തെങ്കിലും പ്രശ്നം വേറെ ഉണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വേറെ ഒരു പ്രശ്നവുമില്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, എന്നെ നബിയാക്കിയില്ല. ഈ കമ്മിറ്റിയെ വേറൊരു സംഘത്തിന് ഇഷ്ടപ്പെടാത്തതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? എന്നെ കമ്മിറ്റിയിൽ എടുക്കില്ല. അതാണ്. അല്ലാതെ ഈ കമ്മിറ്റി ചെയ്യുന്ന പ്രവർത്തനം നല്ലത് മോശം അങ്ങനെയൊന്നുമല്ല. എന്നെ എടുത്തില്ല, ഞാൻ പറഞ്ഞത് കേട്ടില്ല, അതുകൊണ്ട് ഇവർ ചെയ്യുന്നതൊക്കെ ഹറാമാണ്. ഞാൻ പറഞ്ഞ മൗലിയാരെ കൊണ്ടുവരാത്തതുകൊണ്ട് ഇനി ഏത് മൗലിയാരി വന്നാലും ഞാൻ അംഗീകരിക്കൂല. അതാണ് അബൂജഹൽ. ആ പറയുന്നവർ ഇന്ന് കരുനാഗപ്പള്ളിയിലുണ്ടെങ്കിൽ അവര് പഠിച്ചതും അബൂജഹൽ പ്രിൻസിപ്പളായ കോളേജിലാണ്. ഞാൻ പറയുന്നത് ഗൗരവത്തോടു കൂടി നിങ്ങൾ തിരിച്ചറിയണം. ഇത് നമുക്ക് നമ്മളാവാൻ വേണ്ടിയിട്ടുള്ള നസീഹത്താണ്. നമ്മളായില്ലെങ്കിൽ പിന്നെ ഈ റമദാൻ നമുക്ക് എതിരാവൂലേ? റമദാൻ നമ്മളെ ശപിക്കൂലേ? ഇനി ഒരു റമദാൻ വരുമ്പോ നമ്മൾ ഉണ്ടാവൂല്ലേ എന്ന് പറയാൻ പറ്റുമോ? ഇനി ഒരു റമദാൻ വരുമ്പോ നമ്മൾ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? അബൂജഹലിനുള്ള ഒറ്റ പ്രശ്നമുണ്ടായിരുന്നു. അബൂജഹൽ ഖുർആൻ കേൾക്കുമായിരുന്നു. തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒളിച്ചിരുന്നിട്ട് സഹാബത്തിന്റെ വീടിന്റെ മുന്നിലെ കൽച്ചെടികൾക്ക് മുൾച്ചെടികൾക്ക് മറവിലിരുന്നിട്ട് ഖുർആൻ കേൾക്കുമായിരുന്നു. അത് കേൾക്കാൻ നല്ല രസമാണെന്ന് അബൂജഹൽ പറയുമായിരുന്നു. 100-ലധികം പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുഖത്തേക്ക് അബൂജഹൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പോലും അബൂജഹലിന്റെ മനസ്സിന്റെ അകത്ത് നുബുവത്തിന്റെ പ്രഭ പരന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? അയാബൂനവർക്കത്താൽ ഖുറൈശികളൊത്തൊരുമിത്തവർ പാടി അനാഥയാലിവനാണോ നബിയായി വന്നോ? ധനവും പ്രതാപവും ഞങ്ങളിലാണ്. അതാണ് അഹങ്കാരം. ധനവും പ്രതാപവും ഞങ്ങളിലാണ്, രാജാക്കൾ ഞങ്ങളിൽ പെട്ടവനാണ്. എന്നിട്ടീ മിസ്കീനായോ നബിയായി വന്നോ? അല്ലാഹുവിന്റെ റസൂൽ മിസ്കീനാണ്, യതീമാണ്. അവനേക്കാൾ കേമൻ ഞാനാണ്. ഒരു യതീമിന്റെ പിന്നാലെ നടക്കാൻ അബൂജഹലിനെ കിട്ടൂല. ഒരു പാവപ്പെട്ടവന്റെ പിന്നാലെ നടക്കാൻ അബൂജഹലിനെ കിട്ടൂല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കാത്തതും ഇസ്ലാം സ്വീകരിക്കാത്തതും. അപ്പൊ അഹങ്കാരം ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും അംഗീകരിക്കൂല, ഒരു നസീഹത്ത് നമ്മൾ കേൾക്കൂല. ഇപ്പൊ തന്നെ നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരമുള്ളവരെന്താ പറയാ? ഓ, ഇയാള് പിന്നെ ഭയങ്കര പ്രഭാഷണം, ഇപ്പൊ അങ്ങ് നന്നാക്കി കളയും കരുനാഗപ്പള്ളി. ഇത് പറയും, അത് അഹങ്കാരികൾക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാൽ അഹങ്കാരം എന്റെ ഉള്ളിലുണ്ടോ എന്ന് പേടിക്കുന്ന മുഅ്മിനായ മനുഷ്യനാണെങ്കിലോ ഈ കസേരയിൽ ഇരുന്ന് കരയും. സാറേ, നിങ്ങൾ തമാശയൊക്കെ പറയുന്നെങ്കിൽ എന്റെ നെഞ്ചു പൊട്ടി. റമദാൻ സ്വീകരിക്കുവോ, നോമ്പ് സ്വീകരിക്കുവോ? എന്റെ ഉള്ളിൽ അസുഖമുണ്ടോ? ഞാനൊരു അഹങ്കാരിയാണോ? അങ്ങനെ ഒരു ചിന്ത ഉള്ളിൽ വന്ന സഹോദരിയും സഹോദരനും ഹൃദയം പൊട്ടുന്നുണ്ടെങ്കിൽ അത് കാണാൻ റബ്ബായ തമ്പുരാന്റെ മലക്കുകൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ മറന്നുപോകരുത്. അവർക്കൊരു പരിഗണന അല്ലാഹു കൊടുക്കും, അവർക്കൊരു പരിലാളനം അല്ലാഹു കൊടുക്കും. അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മുടെ സ്വഭാവത്തെ മാറ്റണം. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അരയിൽ തോൽപാത്രവും കെട്ടി ചുമന്നുകൊണ്ട് നടന്നു പോവുകയാണ്. ഒരുപാട് പാവങ്ങൾക്ക് അതിൽ നിന്ന് വെള്ളം കൊടുക്കുകയാണ്, പാല് കൊടുക്കുകയാണ്.
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോകുമ്പോൾ പലരും പറയുകയാണ്, യാ ഉമറുൽ ഖലീഫ, ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഖലീഫ, ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഉമറേ, ഈ രാജ്യത്തിന്റെ പരിപാലനത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ഉമറേ, നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഒരു ഖലീഫക്ക് പറ്റിയതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പാവപ്പെട്ട അടിയാറുകളുടെ മുമ്പിലൂടെ അരക്കെട്ടിൽ തോൽപാത്രവും കെട്ടിയിട്ടവർക്ക് വെള്ളവും പാലും കൊടുത്തുകൊണ്ട് നടന്നു പോകുമ്പോ നിങ്ങളൊരു ഖലീഫയാണോ? നിങ്ങളൊരു രാജാവല്ലേ? കസേരയിലിരിക്കേണ്ടവനല്ലേ? ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ജനങ്ങൾക്ക് എന്നെ കുറച്ചു പുകഴ്ത്തി പറയൽ കൂടുതലായതുകൊണ്ട് അതിനൊന്ന് ഞാൻ തടയിട്ടതാണെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ജനങ്ങളൊക്കെ ഭയങ്കര ഖലീഫയാണ്, ഞാൻ ഭയങ്കര സംഭവമാണ് എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വലിയ അത്ഭുതമാണ്, അയാൾ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നെ ഞാൻ എന്തോ ആണെന്നൊരു തോന്നൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടെന്നാ പാവപ്പെട്ട ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വെള്ളം കൊടുക്കാം, പാല് കൊടുക്കാന്ന് തീരുമാനിച്ചു. അൽഹംദുലില്ലാ. നമ്മൾ ആലോചിക്കണം, ഈ ഇഫ്താറൊക്കെ നടത്തുമ്പോ ചില സ്ഥലത്ത് ഇപ്പൊ നമ്മളിപ്പോ ഗൾഫിലേക്ക് പോകുമ്പോ KMCCയുടെ ഇഫ്താർ ഒക്കെ സമസ്തയുടെ ഇഫ്താറൊക്കെ നടക്കുമ്പോ അവിടുത്തെ നേതൃത്വം ഇറങ്ങി വിളമ്പുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് സ്റ്റാഫുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്കൊരു തോന്നലുണ്ടാവും നമ്മൾ എന്തുവാണെന്ന്. ആ തോന്നല് ഈ വിളമ്പി കൊടുക്കാൻ ആളുണ്ടാവും. അതിനുശേഷം ഈ കഞ്ഞി പാത്രം ഒന്ന് കഴുകിവെച്ച് നോക്കണം. നമ്മുടെ അഹങ്കാരം എപ്പോ തീർന്നെന്ന് ചോദിച്ചാൽ മതി. കഴുകിവെച്ച് നോക്കണം, ഒരു ദിവസം കഴുകണം പ്രിയപ്പെട്ടവരെ. കഴുകാൻ വേണ്ടി പൈസ കൊടുത്ത് നിങ്ങൾ ആളെ വെച്ചിട്ടുണ്ട്, ശരി, സമ്മതിച്ചു, എന്നാ ഞാനിവിടെ സഹായിക്കാം, അങ്ങോട്ട് വരി എന്ന് പറഞ്ഞ് പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ പിടിച്ച് നിങ്ങൾ കഴുകി നോക്കണം. നിങ്ങൾ വേറെ എന്തോ ആയതുപോലെ, നിങ്ങളുടെ മനസ്സിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നും. ആലോചിച്ചു, അങ്ങനെ തോന്നണം. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ. ഹബീബായ മുത്ത റസൂൽ അങ്ങനെ ആയിരുന്നല്ലോ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ. സഹാബത്തിന്റെ കൂടെ യാത്ര പോകുമ്പോൾ ഓരോ സഹാബികളും പറയുകയാണ്, യാ റസൂലല്ലാഹ്, വിശക്കുമ്പോ ഞങ്ങൾ ഭക്ഷണം തയ്യാറാക്കുകയാണ്. ഓരോരുത്തർ ഓരോന്ന് പറയുന്നു. ഒരാൾ പറയുന്നു ഞാൻ മാവ് കുഴയ്ക്കാം, ഒരാൾ പറയുന്നു ഞാൻ മത്സ്യം കഴുകാം, ഞാൻ മാംസം കഴുകാം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഞാൻ വിറക് കൊണ്ടുവരാ. സ്വഹാബത്ത് കരയുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങളുള്ളപ്പോ നിങ്ങൾ എന്തിനാ പോകുന്നത്? ഞങ്ങളുള്ളപ്പോ നിങ്ങൾ എന്തിനാ നബിയെ പോകുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ഒരു ഖൗമിന് നേതൃത്വം കൊടുക്കുന്നവരാണ് അവരെ ഖിദ്മത്ത് ചെയ്യുന്നവർ. ഒരു ഖൗമിന് നേതൃത്വം കൊടുക്കുന്നവരാണ് അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്നവർ. അങ്ങനെയാണെങ്കിലാണ് ആ ഖൗമ് നന്നാവുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് ആ ഖൗമ് നന്നാവുള്ളൂ എന്നർത്ഥം. ഇലക്ഷൻ വരികയാണ്, ആലോചിക്കണം ഖിദ്മത്ത് ചെയ്യുന്നത് ആരാണ്, കസരലിരിക്കുന്ന ആരാണെന്ന് ആലോചിച്ചിട്ട് ചെയ്യണം. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിഞ്ഞു പോകാൻ പാടില്ല. എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കൂ എന്നും നിങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെയാണ് ചില ആളുകൾ പറയാ, എത്ര വോട്ട് ചെയ്തിട്ടും കാര്യമില്ലടേ, അരിയാരെ പോയി, എല്ലാം പോയി, ഖത്തം ഹോ ഗയ. അങ്ങനെ പറയാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ ചവിട്ടിത്തേക്കലാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിഞ്ഞു പോകാൻ പാടില്ല. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിരലും കൊണ്ട് പോകുമ്പോ വിശന്നു മരിക്കുന്ന മറ്റ് രാജ്യങ്ങളിലെ മക്കളെ കുറിച്ചൊക്കെ ഒന്ന് ഓർത്താൽ മതി. അപ്പൊ നിങ്ങൾക്കൊരു മനുഷ്യനാകാൻ പറ്റും, നീതിയുടെ ഭാഗത്ത് നിലകൊള്ളാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിലൊരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടി അലിഞ്ഞില്ലാണ്ടാവും, എന്നിട്ട് പുതിയൊരു സാധനം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാക്കാം. അല്ലാതെ ഞാൻ ജനിച്ചത് ഈ പാർട്ടിയിലാണ്, ഞാൻ മരിക്കുന്നത് ഈ പാർട്ടി തന്നെ ആയിരിക്കും, എന്റെ ഉമ്മ ഈ പാർട്ടിയായിരുന്നു, എന്റെ വാപ്പ ഈ പാർട്ടിയായിരുന്നു, വാപ്പാന്റെ വാപ്പ ആ പാർട്ടിയായിരുന്നു, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിലവിൽ നീതിയുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റുന്നത് ഏതാണോ അതിന് കൊടുക്കുക. അവിടെ നിങ്ങളുടെ അടിസ്ഥാനപരമായ പാർട്ടിയൊക്കെ ചിലപ്പോൾ നിങ്ങൾ മറക്കേണ്ടി വരും. അത് വല്ലാണ്ട് അലിഞ്ഞ് രക്തത്തിൽ ചേർന്നാൽ അവർ ചെയ്യുന്ന തെറ്റിനെ നമുക്ക് കണ്ണുടച്ച് വിശ്വസിക്കേണ്ടി വരും. അതൊക്കെ മാറ്റേണ്ട സമയം എത്രയോ കാലങ്ങൾ മുമ്പ് കഴിഞ്ഞു. അങ്ങനെ മാറ്റാത്തത് കൊണ്ടാണ് ഇന്ന് പലരും ടെൻഷൻ അടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ സംഭവിക്കൂ എന്നൊന്നും പറയണ്ട, അങ്ങനെ പറയാൻ പാടില്ല. വോട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ലടേ, അലിയാരെ സുബൈറെ ഒക്കെ പോയില്ല, എല്ലാം പോയില്ല, അങ്ങനെ പറയരുത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിഞ്ഞു പോകരുത്.
പിന്നെ ചില സഹോദരിമാരുണ്ട്, ഞാൻ വോട്ട് ചെയ്യില്ല, അങ്ങനെ ചില ആളുകളുണ്ട്, ഞാൻ വോട്ട് ചെയ്യില്ല. അങ്ങനെ പറയുമ്പോൾ ഒരു വെറൈറ്റിയാണ്. കുടുംബക്കാരൊക്കെ അവള് വോട്ടിനൊന്നും പോകില്ല, അവൾ ഭയങ്കര ഈമാൻ. അങ്ങനൊന്നുമല്ല ചെയ്യേണ്ടത്. ചെയ്യാത്തവരെ കൂടി വിളിച്ചുകൊണ്ടുപോയി ചെയ്യിപ്പിക്കണം. പ്രത്യേകിച്ച് ഈ ഇലക്ഷന് ഒരു വോട്ട് നഷ്ടപ്പെടുത്തരുത്, ഒരാളും നഷ്ടപ്പെടുത്തരുത്, ഒരാളും ഒഴിവാകരുത്. പിന്നെ നമ്മൾ ഈ ഏപ്രിൽ വെക്കേഷൻ സമയമായതുകൊണ്ട് ടൂറും യാത്രയും ഉംറയും എല്ലാം ആ സമയത്താണ് വെക്കുന്നത്. ഇലക്ഷന് ശേഷമാക്കുക, അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പാക്കുക. നമ്മുടെ രാജ്യത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുമ്പോ നമ്മളത് ഗൗരവത്തോടെ ചിന്തിക്കണം. എനിക്കതിലൊക്കെ വലിയ ടെൻഷൻ ഉള്ളത് ഈ വടകര ഭാഗത്തൊക്കെ നമ്മൾ ആലോചിക്കണം. വടകരയിലെ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ 99% അവിടുത്തെ ചെറുപ്പക്കാരും ഗൾഫുകാരാണ്. അവിടുത്തെ കച്ചവടക്കാർ, ബിസിനസ്സുകാരൊക്കെ ഗൾഫിലാണ്. ഫാമിലി ആയിട്ട് അവർ ഗൾഫിലേക്ക് പോകുന്ന സമയമാണ്. ഞാൻ ആ നാടെടുത്ത് പറയാൻ കാരണം ആ നാട് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഒരുപാട് അവിടെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ സഹോദരങ്ങളൊക്കെ ഗൾഫിൽ ഇഷ്ടം പോലെ പിന്നെ റെസ്റ്റോറന്റുകളും സൂപ്പർ മാർക്കറ്റുകളൊക്കെ നടത്തുന്നവരാണ്. അപ്പൊ അവർക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു വരാൻ പറ്റണം. നമ്മുടെ നാടിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു പുതുനന്മയെ മനസ്സിലാക്കിയിട്ട് വരാൻ സാധ്യമാകണം. അപ്പൊ അവിടെയൊന്നും നമ്മളൊരു വലിയ ഷോ കാണിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യൂല, ഞാൻ ചെയ്തിട്ടും കാര്യമില്ല, അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. പല തുള്ളിയാണ് പെരുവെള്ളമാവുന്നത്. പല വോട്ടാണ് ഒരു സ്ഥാനാർത്ഥിയിലേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഒരു കാര്യത്തിലേക്ക് എത്തിക്കുന്നത്. പല വോട്ടാണ്. അതുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും അത് ഗൗരവത്തോടുകൂടി ഇടപെടേണ്ടവർ ഇടപെടുകയും പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കുകയും, അതും മഹല്ലടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അതിന്റെ ഗൗരവം രാഷ്ട്രീയവൽക്കരിക്കാതെ അതിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം നേതൃത്വത്തിന് സാധ്യമാകണം. സഹോദരിമാർക്കൊന്നും അതിന്റെ ഗൗരവമൊന്നും അറിയില്ല. അവരിപ്പോഴും യൂട്യൂബിൽ അപ്പം ചുട്ട് കേക്ക് ഉണ്ടാക്കി നടക്കാൻ അറിയില്ല. പാവങ്ങളാണ്, പറഞ്ഞു കൊടുക്കണം. അവരിപ്പോഴും ഇങ്ങനെ ഈ ഭക്ഷണം അതിങ്ങനെ എങ്ങനെയാണ് പാചകം ചെയ്യുക, ഏത് രാജ്യത്ത് പോയാലാണ് നല്ല കാലാവസ്ഥ ഉണ്ടാവുക, യൂട്യൂബിൽ ബ്ലോഗർമാർ പറയുന്ന അതിന്റെ കൂടെ പോകാൻ വേണ്ടി ഭർത്താവിന്റെ കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി വളരെ സ്വർണ്ണ കൂരി കാത്തിരിക്കാൻ. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഗൗരവത്തോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളായ നിങ്ങൾക്ക് കഴിയണം. നമ്മുടെ സഹോദരിമാർക്ക് പറഞ്ഞു കൊടുക്കാൻ, ബോധ്യപ്പെടുത്തണം. ആരാണ് പത്രം വായിക്കുന്നത്? അതിനാർക്കാ നേരം? ലോകത്ത് എന്ത് നടന്നാലും നമുക്കെന്താ? പത്രം വീട്ടിലുണ്ടാവും, 4 എണ്ണം സിറ്റൗട്ടി വന്ന് കിടക്കുന്നുണ്ടാവും, ആരും നൂത്തുപോലും നോക്കുന്നുണ്ടാവും. ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് നോക്കാൻ സമയമില്ല നമ്മുടെ സഹോദരിമാർക്ക്. നമുക്കിങ്ങനെ കുറെ ചാനൽ പ്രോഗ്രാമും കുറെ ബിഗ് ബോസും കുക്ക് ബോസും പിന്നെ നോമ്പായ പോലും ഇതൊക്കെ തന്നെ ചെറുപ്പക്കാർക്ക് കുറെ കളിയും ഇതൊക്കെ ഇങ്ങനെ കണ്ട് രസിച്ച് ഇപ്പോഴും ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടകരമായ അവസ്ഥ എന്ത് എന്നറിയാത്ത ഒത്തിരി ചെറുപ്പക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ പരിസരം. അതുകൊണ്ടത് ഇലക്ഷന് മുമ്പ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ ലോകത്ത് എന്ത് അല്ലാഹു സംഭവിക്കാൻ തീരുമാനിപ്പിച്ചാലും അത് തീർച്ചയായിട്ടും സംഭവിക്കും. പക്ഷെ നമ്മളാവണം. അതിനുശേഷം സംഭവിച്ചോട്ടെ. നമ്മളിങ്ങനെ മരങ്ങോടന്മാരായി മയ്യത്തുകളായി നടന്നിട്ട് കാര്യമില്ല. നമ്മൾ ജീവനുള്ളവരാവണം, ഇസ്സത്തുള്ളവരാവണം. അല്ലാഹു അതിന് നമുക്കൊക്കെ കരുത്തും കഴിവും തന്ന അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ ഉള്ളിൽ ഞാൻ ആരോ ആണെന്ന് ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടൊരു ധാരണ വന്നുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ ധാരണയെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? തോൽപാത്രം എന്റെ അരക്കെട്ടിൽ കെട്ടിയിട്ട് പാവങ്ങൾക്ക് പാലും വെള്ളവും കൊടുക്കാൻ ഞാൻ ഇറങ്ങി നടക്കുന്നതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരായിരുന്നു. ഇന്നുമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രിയപ്പെട്ട കുഞ്ഞ് കരഞ്ഞിട്ടില്ല. കരുനാഗപ്പള്ളിക്കാർക്ക് അത്ഭുതങ്ങൾ 1ഉം 2ഉം ഒന്നല്ലല്ലോ നിങ്ങളെ കണ്ടുകൊണ്ട് കാണുന്നത്. ഓച്ചറയിലെ സഹോദരിയിലെ ജന്നത്തുൽ ബഖീയിൽ കിടക്കുന്നത്. ആ സഹോദരിയുടെ കൂടെ ഒരു സുഡാനി കുഞ്ഞിനെ കൊണ്ടുവന്ന് അടക്കിയിട്ട് ആ കുടുംബത്തിനെ അള്ളാഹു എത്ര പെട്ടെന്നാണ് സമാധാനിപ്പിച്ചത്. അതാണ് അള്ളാഹു. എന്തൊരു അത്ഭുതമാണ്. ചിന്തിച്ചിട്ട് എനിക്കാണെങ്കിൽ ചിന്തിച്ചിട്ട് അതിങ്ങനെ ആലോചിക്കുമ്പോണ്ടല്ലോ എന്റെ ഹൃദയം പിടയ്ക്കുന്നുണ്ട്. ജന്നത്തുൽ ബഖീൽ ആ സഹോദരി ഇടയ്ക്ക് കിടത്തുമ്പോൾ ജനിച്ചിട്ട് കുറച്ച് ദിവസം മാത്രം പ്രായമായ ചോരയുടെ മണം മാറാത്ത കുഞ്ഞ്, സുഡാനി കുഞ്ഞിനെ പൊതിഞ്ഞ് ആ മയ്യത്തിന്റെ കൂടെ ഇറക്കാന്നൊക്കെ പറഞ്ഞാൽ സഹോദരിമാരെ, അതിലൊക്കെ അല്ലാഹുവിന്റെ വലിയ തർത്തീബുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ചെറിയ കാര്യമല്ല.
ആ സഹോദരൻ ഫോണിലൂടെ വിളിച്ചു പറയാണ്, ഉസ്താദെ, ഭാര്യയുടെ ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞിനെ ചേർത്ത് വെച്ച് കിടന്നുറങ്ങുക. ജീവിതത്തിൽ അത് അള്ളാഹു കൊടുത്തില്ല. അവൾക്ക് മരിച്ചതിന് ശേഷം അവൾക്ക് അത് അള്ളാഹു കൊടുത്തത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു ഉസ്താദെ. ഇതൊക്കെ അള്ളാഹുവിന്റെ തർത്തീബാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്തോ ആണെന്നൊക്കെ ഒരു തോന്നൽ വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ജനിക്കുന്ന എത്രയോ വൈകല്യമുള്ള കുഞ്ഞുങ്ങളിൽ ഒരാളായിട്ട് ഞാനും ജനിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി. മലബാറിലെ ഒരു പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞതാണ്, എന്റെ മക്കളെ ഒന്ന് സ്നേഹസാഗരത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പുതിയ ബിൽഡിംഗ് ഒന്ന് ഉദ്ഘാടനമായാൽ നമുക്ക് ആലോചിക്കാം. പഴയ ബിൽഡിംഗിൽ നിങ്ങളുടെ മക്കളെ ഇടാനുള്ള സൗകര്യമില്ല. മാനസിക രോഗമാണ്. ചങ്ങലക്കിട്ടില്ലെങ്കിൽ മനുഷ്യനെ കടിച്ചു കീറുന്ന മൃഗമായി മക്കൾ മാറുന്ന മാനസിക രോഗമാണ്. ആ ഉമ്മ പറയാണ്, ഉസ്താദെ, എവിടെയെങ്കിലും പോകുമ്പോ മക്കളെ ചങ്ങലയിട്ട് കെട്ടിയിട്ട് പോകുന്നതും അടുത്തു എനിക്ക് കഴിയുന്നില്ല, എനിക്കതിന് കഴിയുന്നില്ല. ആഹാരം കൊണ്ട് ചെല്ലുമ്പോ ചിലപ്പോ അടിക്കും, ചിലപ്പോ കടിക്കും. എന്നാലും ഞാൻ സഹിക്കാണ് ഉസ്താദെ. ലോകത്തൊരു ഉമ്മാക്കി അതിനൊക്കെ പറ്റൂ. എന്റെ മക്കൾക്ക് വിഷം കൊടുത്തു കൊല്ലാൻ ഞാൻ ഒരുക്കവല്ല ഉസ്താദെ. അതുകൊണ്ട് എന്റെ പൊന്നോമന മക്കൾക്ക് ഒരു അഭയം ഞങ്ങൾ കൊടുക്കൂ. ചോദിക്കാം. ലോകത്തിങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ നല്ല തണ്ടും തടിയും തന്റെ ഇടവും പണവും സൗന്ദര്യവും ഉയരവും ഭാരവും ഒക്കെയുള്ള നിന്നെ അല്ലാഹു പടച്ചു. നീ എന്തോ ആണെന്ന് തോന്നി നടക്കാൻ വേണ്ടിയിട്ടല്ല, കരയാൻ വേണ്ടിയിട്ടാണ്, നന്ദിയുള്ളവനാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ കരുനാഗപ്പള്ളി എടുത്ത് തിരിച്ചു വെക്കാനല്ല. നിന്റെ നടത്ത കണ്ടാ തോന്നും നീയാണ് അള്ളാഹുവിനെ പടച്ചത്. അങ്ങനെയാണ് തോന്നിപ്പോവാ. കുറച്ച് പൈസ വരുമ്പോ എന്തൊരു മാറ്റമാണ് നമുക്ക് വരുന്നത്. സുബ്ഹാനല്ലാഹ്. പെട്ടെന്നാണ് മാറ്റം ഉണ്ടാകുന്നത്. പെട്ടെന്ന്. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ സമാധാനമായിട്ട് ഇങ്ങനെ കരഞ്ഞൊക്കെ ഇരിക്കുന്നത്. വയറ്റിൽ വലിയ ക്ഷീണമൊക്കെ വന്നു തുടങ്ങി. വെള്ളമൊന്നും കുടിച്ചില്ല, ജ്യൂസൊന്നും കുടിച്ചില്ല, വിശപ്പൊക്കെ വന്നു തുടങ്ങി. വലിയ ആഡംബരമുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളൊന്നും ഇല്ല. അപ്പൊ വലിയ വിനയത്തോടു കൂടി വാദങ്ങനെ കേട്ടിരിക്കുന്നു. കുറച്ച് സാധനം ഉള്ളിലോട്ട് ചെല്ലട്ടെ, കുറച്ച് ആഭരണങ്ങളൊക്കെ വരട്ടെ, വസ്ത്രത്തിന്റെ മോഡലൊക്കെ ഒന്ന് മാറട്ടെ. അപ്പൊ തന്നെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് നിങ്ങൾ പറയും, എന്നാ ഉസ്താദ് നിങ്ങൾ വാത് പറഞ്ഞോളൂ, എനിക്ക് അത്യാവശ്യമായിട്ട് കുളിച്ച് ചെയ്യാനുണ്ട്. പുറത്തിറങ്ങി പോകും. അന്നേരം നിങ്ങൾക്ക് വാതും പ്രശ്നമല്ല, റമദാനും പ്രശ്നമല്ല. അതുകൊണ്ട് മാസത്തിൽ ഒരിക്കൽ ഈ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടിയാണ് വർഷത്തിൽ ഒരിക്കൽ അള്ളാഹു നോമ്പ് നിർബന്ധാക്കിയത്. നിങ്ങളിങ്ങനെ പോയാ പറ്റൂല, കുറച്ചുപേരെങ്കിലും എനിക്ക് തിരിച്ചു പിടിക്കണം. അതിനാണൊന്ന് സർവീസ് ഒക്കെ ചെയ്ത് കുടലും വയറും കരളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഹൃദയവും ഹാർട്ടും കംപ്ലൈന്റ് ഒക്കെ ഒന്ന് മാറ്റി വീട്ടിനകത്തിരിക്കുന്ന ഖുർആന്റെ പൊടിയൊക്കെ തട്ടി തുടച്ച് വൃത്തിയാക്കി മാഷാ അല്ലാഹ് 27 രാവിലെ അകത്തോട്ട് കയറ്റി വെച്ചാൽ പിന്നെ അടുത്ത റമദാൻ ഒന്നിനാണ് പുറത്തെടുക്കുക. എന്നാലും അങ്ങനെയെങ്കിലും എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് റെഡിയാക്കി. വർഷത്തിൽ ഒരിക്കൽ അങ്ങനെയെങ്കിലും ആകട്ടെ എന്ന് കരുതിയിട്ടാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? അട്ടയാകും കിബർ കൽബിൽ ഒട്ടിടാതെ നോക്ക്. അട്ടയാകും കിബർ കൽബിൽ ഒട്ടിടാതെ നോക്ക് എന്ന് പറഞ്ഞാൽ, അട്ട നമ്മൾ ഈ വയനാടൊക്കെ പോകുമ്പോ ചില പാർക്കിലൊക്കെ പോകുമ്പോ അട്ട കാലിൽ പറ്റി പിടിച്ചിരിക്കും. പിന്നെ ഇളകി പോകാൻ വലിയ പ്രയാസമാണ്. ഉപ്പൊഴിക്കണം, തീപ്പെട്ടി കത്തിച്ചു വെക്കണം എന്നൊക്കെ പറയും. അതെന്തോ ആവട്ടെ, കാല് കത്തിച്ച് കളയരുത്, അട്ടാഞ്ഞിറങ്ങി പൊയ്ക്കോളും. ഈ സാധനം ഇങ്ങനെ ഒട്ടിയിരുന്നാൽ പിന്നെ അത് പിടിച്ച് ഇങ്ങനെ വലിച്ചിളക്കാൻ പ്രയാസമാണ്. അതിനെയാണ് കിബറായിട്ട് മഹാന്മാർ എഴുതി വെക്കുന്നത്. അട്ടയാകും കിബർ കൽബിൽ ഒട്ടിടാതെ നോക്ക്. അട്ടയാകുന്ന കിബർ നിന്റെ ഹൃദയത്തിൽ അങ്ങോട്ട് ഒട്ടിപ്പോയാൽ പിന്നെ പെട്രോളും ഉപ്പൊന്നും ഒഴിച്ചിട്ട് ഇളകി വരാതെ ഇങ്ങനെ കട്ടിയായി പോകും ചില സമയത്ത്. അട്ടയാകും കിബർ കൽബിൽ ഒട്ടിടാതെ നോക്ക്. ഒട്ടിയെന്നാൽ ഓട്ടയാകും നന്മ നിറയണ ചാക്ക്. ഒട്ടി എന്നാൽ നന്മ നിറയേണ്ട ചാക്കാകുന്ന ഹൃദയത്തിൽ ഓട്ട വീഴും. മഹാന്മാര് പറയാണ്, നന്മ ഊർന്നു പോയിട്ട് ഓട്ടയായിട്ട് നന്മയുള്ള ചാക്ക് മുഴുവനും കാലിയാകും. നേട്ടമെല്ലാം കോട്ടമായി തീർന്നിടുന്നൊരു വാക്ക്. വെട്ടം നീങ്ങിയിരുട്ടിലാകും ഞാനു കേറിയ പോക്ക്. എല്ലാ നേട്ടങ്ങളെയും കോട്ടമാക്കി മാറ്റും എന്ത്? ഞാൻ എന്ന ഒരു തോന്നലും ഒരു പറച്ചിലും. എല്ലാ നേട്ടങ്ങളും
ഇപ്പൊ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുകയാണ്, ഞാൻ പറയാം, എന്റെ മകൻ മരണപ്പെട്ടതിന് ശേഷം ഞാൻ സ്നേഹസാഗരം തുടങ്ങി, അതിങ്ങനെ വളർന്നു ഇവിടം വരെ എത്തി 8 വർഷമായി. ഞാൻ നിങ്ങളോട് പറയാണ്, അതിന്റെ പിന്നിൽ ഞാനാണ്. ഞാനില്ലെങ്കിൽ സ്നേഹസാഗരം ഇല്ല. ഞാൻ എത്രയാണ് അതിനുവേണ്ടി റിസ്ക് എടുക്കുന്നത്. ഞാൻ അങ്ങനെ അടിച്ച് ഞാൻ അങ്ങോട്ട് കയറ്റിക്കഴിഞ്ഞാൽ ആ നന്മയെല്ലാം വെറും നേട്ടമെല്ലാം വെറും കോട്ടമായി പോകും. ഈ ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ കോട്ടമായി പോകുന്നു. സുബ്ഹാനല്ലാഹ്, എത്രയാണ് നമ്മൾ അങ്ങനെ നശിപ്പിച്ചത്, എത്ര നന്മകളെയാണ് ഇല്ലാതാക്കിയത്. ഞാനില്ലെങ്കിൽ ഈ പള്ളിയുടെ അവസ്ഥ എന്താകുമായിരുന്നു? ചില ആളുകൾ പറയൂലേ, ഓ സുബ്ഹാനല്ലാഹ്, ഞാനില്ലെങ്കിൽ കാണാം ഇവിടുത്തെ ഇഫ്താറും തറാവിയൊക്കെ, ഞാൻ അങ്ങോട്ട് മാറി നിന്ന് നോക്കട്ടെ ഒരു മാസം കാണാം എന്ന് പറയില്ല ചില ആളുകൾ. ഒന്നും സംഭവിക്കാനില്ല. ഇതിനെക്കാളും വലിയ വലിയ ബിടായി പറഞ്ഞവരൊക്കെ അതാ അവിടെ കിടപ്പുണ്ട് 6 അടി മണ്ണിനകത്ത്. സുബ്ഹാനല്ലാഹ്, അവിടെ ഉണ്ടോ, നശിച്ചോ, തുരുമ്പിയോ, എല്ലോ കല്ലോ ഒന്നും പറയാൻ പറ്റില്ല. ചെന്ന് നോക്കിയാൽ മതി, കാണാം. ഇതിനേക്കാളും വലിയ ചാട്ടം ചാടിയവരാ. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. എന്തായിരുന്നു ദുനിയാവിൽ കാണിച്ചത്? എന്തൊക്കെയായിരുന്നു വീരവാദം മുഴക്കിയത്? ആരായിരുന്നു നീ എന്ന്, ഏത് രീതിയിലൊക്കെയാ നീ പറഞ്ഞു നടന്നത്? ഇന്ന് സുബ്ഹാനല്ലാഹ്, ആ ഖബറിന്റെ മുകളിൽ എന്താണ് കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ? കന്നുകാലികൾ വന്നതിന്റെ മുകളിൽ മുളച്ചു നിൽക്കുന്ന പുല്ല് തിന്നുകൊണ്ടുപോയിട്ടില്ലേ? എന്നെക്കാലത്രയോ എടുത്തു മറിച്ചവരാണ്, പള്ളി മറിച്ചവരാണ്, കരുനാഗപ്പള്ളി മറിച്ചവരാണ്. ഇവിടുത്തെ രാജാവാണ്, ജേതാവാണെന്ന് പറഞ്ഞ് നടന്ന പെണ്ണാണ്, ആണാണ്. കുടുംബത്തിൽ ഞാൻ വന്നതിന് ശേഷമാണ് കുടുംബത്തിലെ റാഹത്തുണ്ടായത്. താത്തമാരുടെ അഭിപ്രായമാണ്, നിങ്ങൾ എന്നെ കെട്ടിയില്ലെങ്കിൽ കാണാമായിരുന്നു, ഞാനല്ലായിരുന്നു നിങ്ങളുടെ ഉമ്മയുടെ മുമ്പിൽ മരുമോളായിട്ട് വന്നതെങ്കിൽ ആ ഉമ്മ എന്നോ കബറി പോകുമായിരുന്നു എന്നൊക്കെ ചില സഹോദരിമാര് പറയുന്നത് അഹങ്കാരത്തിന്റെ വർത്തമാനമാണ്. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ലുഹാനസ്കരിക്കാൻ മുസല്ലയും കൊണ്ട് റൂമിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. ഞാനല്ലായിരുന്നു നിങ്ങൾ കെട്ടിയതെങ്കിൽ നിങ്ങളുടെ പരട്ട ഉമ്മ എന്നെ കബറി പോവായിരുന്നു എന്ന് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞാൽ എവള് ദുഹാനസ്കരിച്ചിട്ട് കാര്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ പറയൂലേ? നിങ്ങൾ അങ്ങനെ പറയൂലേ? സഹോദരൻ ഭർത്താക്കന്മാരും പറയും, പക്ഷെ കൂടുതൽ പറയുന്നത് സഹോദരിമാരാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അല്ലാഹുവിന്റെ ഇബാദത്തിൽ നിന്ന് അഹങ്കാരത്തോടുകൂടി മാറിപ്പോകുന്നവർ, ഇബാദത്ത് ചെയ്യാതെ പിന്തിരിഞ്ഞു പോകുന്നവർ, ധിക്കാരത്തോടെ നസീഹത്തിൽ നിന്ന് ഓടി അകലുന്നവർ, എല്ലാ നന്മയിൽ നിന്നും അകന്നകന്നകന്നകന്നു പോകുന്നവർ, അവര് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന രംഗത്തെക്കുറിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, പാവപ്പെട്ട ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരത്തിന്റെ അണുവളവെങ്കിലും ഉണ്ടെങ്കിൽ നീ മാറ്റണേ റബ്ബേ. ഹദീസിൽ അങ്ങനെ ഒരു സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ നരകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ആ സ്വഭാവിയാണെങ്കിൽ നരകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സ്വഭാവത്തിന്റെ അണു അളവ് നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്നാ മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ കിബർ. അഹങ്കാരത്തിന്റെ ഒരു അണു അളവെന്ന് പറഞ്ഞ കടുകുമണിയേക്കാൾ ചെറുത് നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ കടക്കൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹങ്കാരത്തിന്റെ അണു അളവ് മതി. പൂർണ്ണമായും ഒരു വലിയ അഹങ്കാരിയായിട്ടല്ല ഈ പറയുന്നത്. ചെറിയ ഒരു അഹങ്കാരം, എനിക്കെന്തോ ഉണ്ട്, ഞാൻ എന്തോ ആണ് എന്നൊരു തോന്നൽ മാത്രം വന്നാൽ മതി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകാൻ പോകുന്ന സമയത്ത് നടന്ന ഒരു സംഭവമാണ്. മസ്ജിദുൻ നബവിക്കകത്ത് കത്തി കുത്തേറ്റ് കിടക്കുകയാണ് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. കുടൽ പുറപ്പ് ചാടി വെള്ളമൊക്കെ രക്തമെല്ലാം പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ബോധം നഷ്ടപ്പെടുകയാണ്. ആ ബോധം തിരികെ വന്നപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ഒരാൾ തന്നെ കണ്ടിട്ട് നടന്നു പോവുകയാണ് പള്ളിക്ക് പുറത്തേക്ക്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ തളർന്നുപോയ കൈ ഉയർത്തിയിട്ട് അയാളെ തിരിച്ചു വിളിക്കാൻ പറയുന്നു. അയാൾ മടങ്ങി വരുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് പറയുകയാണ്, നിന്റെ വസ്ത്രം നെരിയാണിക്ക്
താഴെ വലിച്ചെടുക്കുന്നുണ്ട്. അത് നിന്റെ ഉള്ളിൽ അഹങ്കാരമുള്ളത് കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉയർത്തിക്കെട്ടണേ മോനെ. ഈ ഒരു സ്വഭാവം മതി അല്ലാഹു നിനക്ക് നരകം തരാനെന്ന്. കുടല് പുറത്തു വന്ന് രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, എല്ലാ ഭാഗവും ശ്രദ്ധിക്കണം ചെറുപ്പക്കാരാ, എല്ലാ മേഖലയിൽ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവര്. നിങ്ങളിൽ അഹങ്കാരമുണ്ടോ എന്നറിയാൻ ഒന്ന് രണ്ട് ചെറിയ ഉപമകൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ദുആയിലേക്ക് വരാം. ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ദുആയിലേക്ക് വരാം. ഒന്ന് തന്റെ സമന്മാരുമായി ചർച്ച നടത്തിയാൽ മറ്റുള്ളവർ പറയുന്നത് ശരിയാണെന്ന് സമ്മതിച്ചു കൊടുക്കാത്ത ഒരാൾ, സമ്മതിച്ചു കൊടുക്കാത്ത സമന്മാരെന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ കുറച്ച്, ഇപ്പൊ ഞാനൊക്കെ ബിർബാക്കവി, പിന്നെ കുമ്മന ഉസ്താദ്, സിറാജുദ്ദീൻ കാസിമി, നവാസ് ബന്നാനി, അങ്ങനെ ഒരു പ്രവാചകർ സമന്മാരായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അതിൽ ഹാഫിദീങ്ങളുണ്ട്, വലിയ വലിയ ആലിമീങ്ങളുണ്ട്, അതൊക്കെ പോട്ടെ. പ്രസംഗീകരെന്നുള്ള രീതിയിൽ ഒരു സമന്മാരായിട്ട് കണക്കാക്കാം. ഉദാഹരണം, എല്ലാ ഉദാഹരണവും നിങ്ങളെ കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ, ചില ഉദാഹരണം നമ്മളെ കുറിച്ചും പറയണ്ടേ. അങ്ങനെ നമ്മളൊരു കമ്മിറ്റി, ഒരു ചർച്ച നടക്കുകയാണ്, നമ്മൾ ഉസ്താദന്മാരെല്ലാവരും. അപ്പൊ ഇതിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളവർ പറയുന്നത് അംഗീകരിക്കുന്നില്ല, ബാക്കിയുള്ളവർ പറയുന്നത് വിശ്വസിക്കുന്നില്ല. ഇയാള് പറയുന്നത് മാത്രം ബാക്കിയുള്ളവർ കേൾക്കണം. അത് അഹങ്കാരത്തിന്റെ അടയാളാണ്. കമ്മിറ്റിയിലുണ്ട് അങ്ങനെ സ്വഭാവം, കുടുംബത്തിലുണ്ട് അങ്ങനെ സ്വഭാവം. കുടുംബശ്രീക്ക് പോകുമ്പോൾ കാണാം, ഞാൻ പറയുന്നത് മാത്രം എല്ലാവരും കേൾക്കണം, ബാക്കിയുള്ളവരൊന്നും മിണ്ടാൻ പാടില്ല. ബാക്കിയുള്ള താത്തമാരൊക്കെ റോബോട്ട് പോലെ വന്നിരിക്കണം. അത് അഹങ്കാരത്തിന്റെ അടയാളം. കമ്മിറ്റിയിൽ രാഷ്ട്രീയമാണെങ്കിലും, പള്ളി കമ്മിറ്റി ആണെങ്കിലും, പാർട്ടി ആണെങ്കിലും, സംഘടനയാണെങ്കിലും, നാട്ടിലെ പ്രവർത്തനമാണെങ്കിലും, എന്താണെങ്കിലും സമന്മാരായ കുറച്ച് ആളുകൾ, ഒരു 10-20 പേര് ഒരുമിച്ചിരിക്കണം. എന്നാൽ ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം, ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാൻ എനിക്ക് സമയമില്ല. അതിങ്ങനെ കേട്ടിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ചാടി വന്നിട്ട് മേശ രണ്ടടിയൊക്കെ അടിക്കും. ഇത് കേട്ടിരിക്കാൻ പറ്റാത്ത ഒരു അഹങ്കാരികളാണ്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ കഴിയാത്തവര് അഹങ്കാരികളാണ്, കേട്ടിരിക്കാൻ കഴിയാത്തവര് അഹങ്കാരികളാണ്. ചില ഭർത്താക്കന്മാര് പറയൂലേ ഭാര്യയോട്, നീ ഒന്നും പറയണ്ട, നിന്നെ പറയുന്നത് കേൾക്കാൻ വേണ്ട, മിണ്ടരുതെന്ന് പറയൂലേ. ഇത് ഭർത്താവിന് അഹങ്കാരം ഉള്ളത് കൊണ്ടാണ്. ഇതേ സ്ഥലത്ത് ചില ഭാര്യമാരും പറയും, അകത്ത് പോ മനുഷ്യ, കിടന്ന് ഖണാക്കാതെ പോ, ഇത് പറയില്ലേ. ചില ഭാര്യമാര് പറയും, ആണിനെ വളച്ചൊതുക്കി ഭാര്യയുടെ മണിപ്പേഴ്സിനകത്ത് വെച്ചിരിക്കുന്ന ചില താത്തമാരുണ്ട്. കാരണം അപ്പോൾ ഇത് കുറവൊന്നുമല്ല, ഉണ്ട്. താത്ത ചരട് വലിക്കും. ഉസ്താദിന്റെ പ്രസംഗം കേൾക്കുമ്പോ പള്ളി, ജുമാഅത്ത് പള്ളി വന്നിരുന്നിട്ട് 2 ലക്ഷം രൂപ ഞാനെന്ന് പറ കൈവെക്കും. വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യ പറയും, എവിടെ 2 ലക്ഷം രൂപ? അപ്പൊ പിറ്റേ ആഴ്ച വന്നിട്ട് പറയും, ഉസ്താദെ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുകൊണ്ട് 2 ലക്ഷം ഒന്ന് 20,000 ആക്കി കുറച്ച് തരാൻ പറ്റും. അങ്ങനെ കുറയ്ക്കും. കാരണം എന്താ, അകത്ത് ചരട് വലിക്കണ താത്തായ. കാക്ക ഭയങ്കര പവറും കൂടെ വേറും വലിയ മൊബൈലൊക്കെ ഉണ്ടാവും, പക്ഷെ താത്താരെ കയ്യിലാണ് സാധനം ഇരിക്കുന്നത്. അങ്ങനെയുള്ള ചില താത്തമാരുണ്ട്. നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ സുഖമാണ്. നിങ്ങൾക്ക് കുടുംബജീവിതത്തിന്റെ സുഖം അറിയണമെങ്കിൽ ആണിന്റെ കയ്യിൽ അധികാരം കിട്ടണം. എന്നാണ് കുടുംബജീവിതത്തിന്റെ സുഖം. ഭാര്യയുടെ സുഖം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാര്യയുടെ സുഖം എന്ന് അറിയാൻ പറ്റില്ല, അധികാരത്തിന്റെ സുഖം അറിയാൻ പറ്റും. ഭർത്താവിനെ ഭരിക്കുക, ഭർത്താവിന്റെ ഉമ്മയെ ഭരിക്കുക, ഭർത്താവിന്റെ വാപ്പയെ ഭരിക്കുക, അങ്ങനെ ഒരു ഭരണാധികാരിയുടെ സുഖം. അതാണ് ഝാൻസി റാണി എന്ന് ഞാൻ പറഞ്ഞ നേരത്തെ. നിങ്ങളൊരു നല്ല ഭാര്യയായി ഭർത്താവിനെ വഴിപ്പെട്ട് ഭർത്താവിനനുസരിച്ച് വീട്ടിൽ കഴിഞ്ഞു നോക്കിയേ, സുബ്ഹാനല്ലാഹ്, നിങ്ങളിൽ ഖദീജയെ കാണാം, നിങ്ങളിൽ ഫാത്തിമയെ കാണാം, നിങ്ങളിൽ നല്ല ഭാര്യയെ കാണാം. നിങ്ങൾ ആസ്വദിക്കുന്ന കുടുംബജീവിതത്തിന്റെ സുഖത്തെ കാണാം. ഇപ്പൊ നിങ്ങൾ ആസ്വദിക്കുന്നത് കുടുംബജീവിതത്തിന്റെ സുഖമല്ല, പഞ്ചായത്ത് മെമ്പർ അനുഭവിക്കുന്നതിനേക്കാളും വലിയ സുഖം അധികാരത്തിന്റെ സുഖം. ഭർത്താവിനെ വരെ നിർത്തുക, ഭർത്താവിന്റെ ഉമ്മാക്ക് ചായ കുടിക്കാൻ പൈസ കൊടുക്കുക, പാപ്പാക്ക് ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്, പൈസ തരാനും പറഞ്ഞപ്പോ തന്നെ ബക്കറ്റ് വന്നു. ഭയങ്കര കറാമത്ത്. എല്ലാവരും കാര്യമായിട്ട് സഹായിക്കണം കേട്ടോ. നല്ലൊരു പരിപാടി എല്ലാ റമദാനിലും ഇവിടുത്തെ നമ്മുടെ സംഘാടകർക്ക് നടത്താൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. ചൂടൊന്നും വകവെക്കാതെ ഇങ്ങനെ ഒരു പന്തലിന്റെ താഴെ ഒരു ഫാനൊക്കെ ഇട്ട് എത്ര മനോഹരമായ സംവിധാനം. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ പടച്ചോനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്.